ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 1 ആണ്. മൊഡ്യൂൾ 1 എന്ന് പറയുമ്പോഴത്തേക്ക് കാൽക്കുലസ് ഓഫ് വെക്ടർ ഫങ്ഷൻസ് ആണ്. നമ്മൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് പഠിക്കുന്നത് വെക്ടർ വാല്യൂഡ് ഫങ്ഷൻസിനെ പറ്റിയിട്ടാണ്. അതിന്റെ പ്രോപ്പർട്ടീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് പഠിക്കുന്നത്. ഈ ഒരു മൊഡ്യൂള് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മൊഡ്യൂളാണ്. ഇത് വലിയ ഇന്റഗ്രേഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. എന്നാലും ഉണ്ട്, ഇന്റഗ്രേഷൻ ഉണ്ടെങ്കിൽ പോലും ലൈൻ ഇന്റഗ്രൽ ആണ് വരുന്നത്. സെക്കൻഡ് മൊഡ്യൂളിനെ അപേക്ഷിച്ച് ഫസ്റ്റ് മൊഡ്യൂൾ കുറേയും കൂടെ സിമ്പിൾ ആണ്. സെക്കൻഡ് മൊഡ്യൂളിനകത്താണ് ഡബിൾ ഇന്റഗ്രേഷനും ട്രിപ്പിൾ ഇന്റഗ്രേഷനും ഒക്കെ വരുന്നത്. നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്ന മൾട്ടിപ്പിൾ ഇന്റഗ്രൽസിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത്. എന്നാൽ ഫസ്റ്റ് മൊഡ്യൂൾ അതിനകത്ത് നമ്മൾ ചെറിയ ചെറിയ ഇന്റഗ്രേഷന് കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് വെക്ടർ ഫങ്ഷൻസ്, കാൽക്കുലസ് ഓഫ് വെക്ടർ ഫങ്ഷൻസിൽ ഒരു വെക്ടർ എന്താണ്, അതിന്റെ യൂണിറ്റ് വെക്ടർ എന്താണ്, ഡോട്ട് പ്രോഡക്റ്റ് എന്താണ്, രണ്ട് വെക്ടറിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്താണ്, ക്രോസ് പ്രോഡക്റ്റ് എന്താണ്, ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള നമ്മൾ പണ്ട് പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. വെക്ടർ എ ഈസ് ഈക്വൽ ടു a1i പ്ലസ് a2j പ്ലസ് a3k. ഇതാണ് ഒരു വെക്ടറിന്റെ ജനറൽ ആയിട്ടുള്ള ഫോം. ഓക്കെ, ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. വെക്ടർ എന്താണെന്ന് നിങ്ങൾ നേരത്തെ സ്കൂളിലൊക്കെ പഠിക്കുന്നതാണ്. ഇനി ഈ വെക്ടറിന്റെ മോഡ് വെക്ടർ എന്താണ് വരുന്നത്? റൂട്ട് ഓഫ് ഐ കമ്പോണന്റിന്റെ സ്ക്വയർ. ഐ കമ്പോണന്റ് എന്താ? a1 അല്ലേ? അപ്പൊ a1ന്റെ സ്ക്വയർ പ്ലസ് ജെ കമ്പോണന്റിന്റെ സ്ക്വയർ a2 സ്ക്വയർ പ്ലസ് കെ കമ്പോണന്റിന്റെ സ്ക്വയർ a3 സ്ക്വയർ. ഇതാണ് മോഡ് വെക്ടർ എന്ന് പറയുന്നത്. ഇനിയപ്പോ യൂണിറ്റ് വെക്ടറോ? യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് എ ക്യാപ്പ് ആണ്. അതായത് വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡ് വെക്ടർ എനെയാണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഈ രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് ആണ് എടുക്കുന്നത്. ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയാനായിട്ട് വെക്ടർ എ എന്ന് പറയുന്നത് ഞാനിവിടെ a1i പ്ലസ് a2j പ്ലസ് a3k എന്നും, വെക്ടർ ബി എന്ന് പറയുന്നത് b1i പ്ലസ് b2j പ്ലസ് b3k എന്നും എടുത്താൽ ഈ രണ്ട് വെക്ടറിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡോട്ട് വെക്ടർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ കമ്പോണന്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. വെക്ടർ എയുടെ ഐ കമ്പോണന്റ് എന്താണ്? a1. വെക്ടർ ബിയുടെ ഐ കമ്പോണന്റ് എന്താണ്? b1. അപ്പോൾ a1 ഇൻറ്റു b1. ഓക്കെ, ഐ കമ്പോണന്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് അടുത്ത ജെ കമ്പോണന്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ട് വെക്ടറിന്റെ ജെ കമ്പോണന്റ് a2 b2 പ്ലസ് അടുത്ത എന്താണ്? കെ കമ്പോണന്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക a3 b3. ഇതാണ് രണ്ട് വെക്ടറിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് ക്രോസ് പ്രോഡക്റ്റിലേക്ക് പോകാം. ക്രോസ് പ്രോഡക്റ്റ് നോക്കാം. വെക്ടർ എ ക്രോസ് വെക്ടർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റിനകത്ത് ഐ ജെ കെ എഴുതണം. അതിനുശേഷം ആദ്യം വെക്ടർ എയുടെ ഐ കമ്പോണന്റ്. വെക്ടർ എയുടെ ഐ കമ്പോണന്റ് എന്താ? a1. വെക്ടർ എയുടെ ജെ കമ്പോണന്റ് എന്താ? a2. വെക്ടർ എയുടെ കെ കമ്പോണന്റ് എന്താ? a3. ഇതേപോലെ തന്നെ വെക്ടർ ബിയുടെ എഴുതണം. b1 b2 b3. എന്നിട്ട് ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എടുക്കുന്നതാണ് ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ക്രോസ് പ്രോഡക്റ്റ്. ഓക്കെ അല്ലേ? ഇനി അടുത്തായിട്ട് നമ്മൾ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് ആണ്. ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വെക്ടർ എയും വെക്ടർ ബിയും തമ്മിലുള്ള ആംഗിൾ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, cos theta is equal to vector a dot vector b divided by ഈ ഡോട്ട് ആണ് മോഡ് വെക്ടർ എ ഇൻറ്റു മോഡ് വെക്ടർ ബി. ഇതാണ് ആംഗിൾ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ആംഗിൾ കാണുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പണ്ട് പഠിച്ച കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ ഓർക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ,
ഇനി നമ്മൾ ബിടെക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ പഠിക്കുന്ന വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസിനെ പറ്റിയിട്ടാണ്. വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ്. അപ്പൊ ഹെഡിങ് എഴുതുക വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ്. വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ്. Okay. Definition: if vector r of t is equal to x of t ia plus y of t ja plus z of t k is a vector valued function, is a vector valued function in terms of t, in terms of t, then the parametric form is, then the parametric form is x is equal to x of t, y is equal to y of t, z is equal to z of t. ഇതാണ് പാരാമെട്രിക് ഫോം. ഇനി അതേപോലെ തന്നെ കമ്പോണന്റ് ഫോം ഉണ്ട്. കമ്പോണന്റ് ഫോം. കമ്പോണന്റ് ഫോം എന്ന് പറയുന്നത് വെക്ടർ ആർ ഓഫ് ടിയുടെ കമ്പോണന്റ് ഫോം ആണ്. ഇസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു സൈൻ കൊടുത്തിട്ട് എക്സ് ഓഫ് ടി എഴുതണം, വൈ ഓഫ് ടി എഴുതണം, ഇസഡ് ഓഫ് ടി എഴുതണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ. അപ്പോ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് വെക്ടർ ഇൻ ടേംസ് ഓഫ് ടിയിലുള്ള ഒരു ഫംഗ്ഷനെയാണ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ ജനറൽ ആയിട്ടുള്ള ഫോം ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വെക്ടർ ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ എ പ്ലസ് വൈ ഓഫ് ടി ജെ എ പ്ലസ് ഇസഡ് ഓഫ് ടി കെ എ. അപ്പൊ ഇങ്ങനെ ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ പാരാമെട്രിക് ഫോം നിങ്ങളെടുത്ത് എഴുതുവാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ എഴുതേണ്ടത്? എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി. അതായത് എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഐ കമ്പോണന്റിന്റെ കൂടെയുള്ള ടൈം എഴുതുക, ഐ കമ്പോണന്റ് എഴുതുക, ഐയുടെ കൂടെയുള്ള ടൈം. വൈ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്താ? ജെയുടെ കൂടെയുള്ള ടൈം വൈ ഓഫ് ടി. ഇസഡ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതണം? കെയുടെ കൂടെയുള്ള ടൈം. അത്രയേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ള എക്സിനെയും വൈനെയും ഇസഡിനെയും നമ്മൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് എഴുതുന്നതിനെയാണ് കമ്പോണന്റ് ഫോം എന്ന് പറയുന്നത്. നമ്മൾക്ക് ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഞാനൊന്ന് എഴുതി കാണിച്ചു തരാം. സപ്പോസ് ഇപ്പോ വെക്ടർ ആർ ഓഫ് ടി എക്സാമ്പിൾ ആണ്. വെക്ടർ ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു സൈൻ ടി ജെ എ പ്ലസ് ടി സ്ക്വയർ കെ. ഇങ്ങനെയാണ് വെക്ടർ ആർ ഓഫ് ടി എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നു ഇതിന്റെ പാരാമെട്രിക് ഫോം നിങ്ങൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പാരാമെട്രിക് ഫോം എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ വെക്ടർ ആർ ഓഫ് ടിയുടെ ജനറൽ ആയിട്ടുള്ള ഫോം എന്താ? വെക്ടർ ആർ ഓഫ് ടി എക്സ് ഓഫ് ടി ഐ എ പ്ലസ് വൈ ഓഫ് ടി ജെ എ പ്ലസ് ഇസഡ് ഓഫ് ടി കെ എന്നല്ലേ പഠിച്ചിട്ടുള്ളത്. ഇതിനകത്ത് വെക്ടർ ആർ ഓഫ് ടി എന്ന് പറയുന്നത് സൈൻ ടി ജെ എ പ്ലസ് ടി സ്ക്വയർ കെ എന്ന് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പാരാമെട്രിക് ഫോം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി, അതായത് ഐയുടെ ടൈമിന്റെ എന്താണ് ഐയുടെ കൂടെയുള്ള ടൈം, അതാണ് നമ്മൾ എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുന്നത്. ഇവിടെ നമ്മുടെ ഐയുടെ എന്തെങ്കിലും ടൈം ഉണ്ടോ? ഇല്ല. ഇവിടെ ജെയിലാണ് തുടങ്ങുന്നത്. അതായത് 0i പ്ലസ് സൈൻ ടി ജെ പ്ലസ് ടി സ്ക്വയർ കെ എന്നാണ് വരുന്നത് അല്ലേ? അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? 0. വൈ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? സൈൻ ടി എന്ന് എഴുതാം. ഇസഡ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? ടി സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഇതിന്റെ തന്നെ കമ്പോണന്റ് ഫോം ഇപ്പൊ എങ്ങനെ എഴുതാം? കമ്പോണന്റ് ഫോം എങ്ങനെ എഴുതാം? ഈ ഒരു സൈൻ കൊടുത്തിട്ട് എക്സ് ഓഫ് ടി കോമ വൈ ഓഫ് ടി കോമ ഇസഡ് ഓഫ് ടി, അങ്ങനെയല്ലേ ഞാൻ മുകളിൽ എഴുതി വെച്ചേക്കുന്നത്. നോക്കൂ, ഇതാണ് കമ്പോണന്റ് ഫോം. നമുക്കിപ്പോ ഇവിടെ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 അല്ലേ? വൈ ഓഫ് ടി എന്താണ്? സൈൻ ടി. ഇസഡ് ഓഫ് ടി എന്താണ്?
ടി സ്ക്വയർ. ഇതാണ് നമ്മുടെ കമ്പോണന്റ് ഫോം. അപ്പോൾ ഈ ഒരു മോഡലിലുള്ളതൊക്കെ ഇതങ്ങനെ ചോദിക്കാറില്ല. ഇനി ചോദിച്ചാൽ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. ഓക്കെ, എ പാർട്ടി വല്ലതും ചോദിച്ചാലേ ഉള്ളൂ, സാധ്യത വളരെ കുറവാണ്. ഇനി നമുക്ക് ലിമിറ്റും ചോദിക്കാൻ സാധ്യതയില്ല, പക്ഷെ നമുക്ക് അറിഞ്ഞിരിക്കണം. ലിമിറ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് ലിമിറ്റ് t tends to 0 വെക്ടർ r of t is equal to ലിമിറ്റ് വാല്യൂ. ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതി കാണിക്കാം. ലിമിറ്റ് കാണണം. ഇത് നേരത്തെ സ്കീമിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് വെക്ടർ r of t is equal to t square ia plus e raised to t ja minus 2 cos pi t k. Find limit t tends to 0 vector r of t. സൊല്യൂഷൻ എങ്ങനെ എഴുതാം? നമുക്ക് കാണേണ്ടത് ലിമിറ്റ് t tends to 0 വെക്ടർ r of t ആണ് കാണുന്നത്, which is equal to ലിമിറ്റ് t tends to 0 വെക്ടർ r of t ഇവിടെ തന്നിട്ടില്ല, അതപ്പോൾ അതിന്റെ സ്ഥാനത്ത് എഴുതണം. t square i plus e raised to t j minus 2 cos pi t k എന്ന് എഴുതുന്നു. ഇനി നമ്മൾ എന്താ ലിമിറ്റ് കൊടുക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ലിമിറ്റ് t tends to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഐ കമ്പോണന്റിലും ജെ കമ്പോണന്റിലും കെ കമ്പോണന്റിലും ടിയുടെ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? ഫസ്റ്റ് ടൈം ടി സ്ക്വയർ ആയില്ല, അവിടെ ടിയുടെ അവിടെ 0 കൊടുക്കുമ്പോൾ 0 ആയി എന്ന് കിട്ടുന്നു. പ്ലസ് അടുത്ത എന്താ, ഇ റേസ് ടു ടി ജെ ആണ്. അപ്പോൾ ടിയുടെ അവിടെ 0 കൊടുക്കുമ്പോൾ ഇ റേസ് ടു 0യുടെ വാല്യൂ എന്താണ്? ഇ റേസ് ടു 0 എന്താണ്? 1 അല്ലേ? അപ്പോൾ ജെ എന്ന് കിട്ടി. മൈനസ് 2 കോസ് പൈ ടി ജെ എന്നല്ലേ, സോറി പൈ ടി കെ എന്നല്ലേ. അപ്പോൾ ടിയുടെ അവിടെ നമ്മൾ 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? 2 കോസ് 0 എന്നല്ലേ കിട്ടുന്നത്. കോസ് 0യുടെ വാല്യൂ എന്താണ്? 1 അല്ലേ. അപ്പോൾ 2 കെ. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. ഇങ്ങനെയാണ് ലിമിറ്റിന്റെ പ്രോബ്ലംസ് ചെയ്യേണ്ടത്. ലിമിറ്റും നമുക്ക് അങ്ങനെ ചോദിക്കാറില്ല. അപ്പൊ ഏതാണ് ചോദിക്കുന്നത്? നമുക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മുതലാണ് മെയിൻ ആയിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ളത്. ഹെഡിങ് എഴുതുക, ടാൻജന്റ് ലൈൻ. ടാൻജന്റ് ലൈൻ. ഈ ടാൻജന്റ് ലൈനിന്റെ നിങ്ങൾ ടാൻജന്റ് ലൈൻ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? വെക്ടർ ആർ ഈസ് ഈക്വൽ ടു വെക്ടർ ആർ ഓഫ് ടി നോട്ട് പ്ലസ് ടി ഇൻറ്റു വെക്ടർ ആർ ഡാഷ് ഓഫ് ടി നോട്ട്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് പ്രോബ്ലമാണ്. അതായത് ഇത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്താണ്, ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഉണ്ട്, വെക്ടർ ആർ ഓഫ് ടി ഉണ്ട്. ആ വെക്ടർ ആർ ഓഫ് ടി എന്ന് പറയുന്ന ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനിന്റെ ഗ്രാഫ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ ടച്ച് ചെയ്ത് പോകുന്ന ടാൻജന്റ് ലൈൻ ഇക്വേഷൻ കാണുന്നതിനുള്ള ഫോർമുലയാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ട് ഉള്ളത്. അപ്പൊ ഏത് പോയിന്റ് ആണെന്നൊക്കെ അവർ പറയും. ടി നോട്ട് എന്താണെന്ന് അവർ ക്വസ്റ്റ്യനകത്ത് പറയും. ഓക്കെ, അപ്പൊ അത് നമുക്ക് ചെയ്ത് നോക്കിയാൽ മതി. ടി ഈക്വൽ ടു ടി നോട്ട് എന്ന് പറയുന്ന ഫോമിലുള്ള ഒരു ഇതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ടി ഈക്വൽ ടു ടി നോട്ട്. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഇപ്പൊ ഞാൻ അടുത്തായിട്ട് എഴുതാൻ പോകുന്ന പ്രോബ്ലം KTUവില് 2018 ഡിസംബറിൽ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്കീമില് 2024 ജനുവരിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെയിം ക്വസ്റ്റ്യൻ ആണ്, പഴയ സ്കീമിൽ ചോദിച്ചിട്ടുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ലൈൻ ടു ദ സർക്കുലർ ഹെലിക്സ് x is equal to cos t, y is equal to sin t, z is equal to t, where t is equal to t naught, and find the parametric equation for the tangent line at the point t is equal to pi. 2018 ചോദിച്ചിട്ടുണ്ട്, ജനുവരി 2024 KTUവിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കുക, ഇവിടെ
അവർ എക്സ് ഈസ് ഈക്വൽ ടു കോസ് ടി, വൈ ഈസ് ഈക്വൽ ടു, ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എഴുതാം. എക്സ് ഈസ് ഈക്വൽ ടു കോസ് ടി, വൈ ഈസ് ഈക്വൽ ടു സൈൻ ടി, ഇസഡ് ഈസ് ഈക്വൽ ടു ടി എന്നാണ് തന്നേക്കുന്നത്. ടി ഈസ് ഈക്വൽ ടി നോട്ട് എന്നുള്ളതിൽ പാരാമെട്രിക് ഇക്വേഷൻ, ടാൻജന്റ് ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യണം. അതിനുശേഷം അറ്റ് ടി ഈസ് ഈക്വൽ ടു പൈ എന്ന് അവർ തന്നിട്ടുണ്ട്. അതായത് ടി നോട്ടിൻ്റെ അവിടെ നമ്മൾ പൈ കൊടുത്തിട്ടുള്ളതും ചെയ്യണം. അപ്പൊ ഈ ടാൻജന്റ് ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു? വെക്ടർ ആർ ഈസ് ഈക്വൽ ടു വെക്ടർ ആർ ഓഫ് ടി നോട്ട് പ്ലസ് ടി ഇൻറ്റു വെക്ടർ ആർ ഡാഷ് ഓഫ് ടി നോട്ട് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ ഈ വെക്ടർ ആർ ഓഫ് ടി നോട്ട് അല്ലെങ്കിൽ വെക്ടർ ആർ ഡാഷ് ഓഫ് ടി നോട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വെക്ടർ ആർ ഓഫ് ടി ഫോമിൽ എഴുതണം. അതായത് ഇവിടെ തന്നേക്കുന്ന നോക്കി, ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു കോസ് ടി, വൈ ഈസ് ഈക്വൽ ടു സൈൻ ടി, ഇസഡ് ഈസ് ഈക്വൽ ടി എന്നല്ലേ തന്നേക്കുന്നത്? അതായത് നമ്മൾ പഠിച്ചിട്ടില്ലേ വെക്ടർ ഇക്വേഷൻ എഴുതുന്നത്? നോക്കുക, ദ വെക്ടർ ഇക്വേഷൻ ഓഫ് ദ ഹെലിക്സ് വെക്ടർ ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്താ പഠിച്ചിട്ടുള്ളത്? എക്സ് ഓഫ് ടി ഐ എ പ്ലസ് വൈ ഓഫ് ടി ജെ എ പ്ലസ് ഇസഡ് ഓഫ് ടി കെ എന്നാണ് പഠിച്ചിട്ടുള്ളത്. അതായത് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി എന്നും വൈ ഈസ് ഈക്വൽ ടു വൈ ഓഫ് ടി എന്നും ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് ഓഫ് ടി എന്നുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റിനകത്ത് അവർ എന്താ തന്നിരിക്കുന്നത്? എക്സ് ഈസ് ഈക്വൽ ടു കോസ് ടി, വൈ ഈസ് ഈക്വൽ ടു സൈൻ ടി, ഇസഡ് ഈസ് ഈക്വൽ ടു ടി എന്ന് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ കോസ് ടി എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഓഫ് ടി ആണ്. സൈൻ ടി എന്ന് പറയുന്നത് എന്താണ്? വൈ ഓഫ് ടി ആണ്. ഇതെന്താണ്? ടി എന്ന് പറയുന്നത് ഇസഡ് ഓഫ് ടി ആണ്. അപ്പോൾ നമ്മുടെ പാരാമെട്രിക് ഇക്വേഷൻ വെക്ടർ ആർ ഓഫ് ടിക്കകത്ത് കൊണ്ടുപോയി കൊടുത്താൽ എക്സ് ഓഫ് ടിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? കോസ് ടി കൊടുക്കുക. അപ്പൊ കോസ് ടി ഐ എ പ്ലസ് അടുത്ത് എന്ത് കിട്ടുന്നു? അപ്പോ സൈൻ ടി ജെ എ പ്ലസ് അടുത്തത് ടി കെ എന്ന് കിട്ടുന്നു. ക്ലിയർ? ഓക്കെ, വെക്ടർ ആർ ഓഫ് ടി കിട്ടിയോ? ഇനി നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മുടെ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? വെക്ടർ ആർ ഓഫ് ടി നോട്ട് ഉണ്ട്, ടി ഇൻറ്റു വെക്ടർ ആർ ഡാഷ് ഓഫ് ടി നോട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ വെക്ടർ ആർ ഡാഷ് ഓഫ് ടി ഒന്ന് കണ്ടുപിടിക്കാം അല്ലേ? എന്നിട്ട് നമുക്ക് ടി നോട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒന്ന് ഡെറിവേറ്റീവ് എടുത്തേ. വെക്ടർ ആർ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ തന്നിട്ടുള്ളതിന്റെ ഡെറിവേറ്റീവ് അല്ലെ? വെക്ടർ ആർ ഓഫ് ടിന്റെ ഡെറിവേറ്റീവ്, കോസ് ടിയുടെ ഓരോ കമ്പോണന്റിന്റെയും ഡെറിവേറ്റീവ്, ഐ കമ്പോണന്റ് ഡെറിവേറ്റീവ്. കോസ് ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ ടി അല്ലേ? മൈനസ് സൈൻ ടി, സൈൻ ടി ഐ എ പ്ലസ് അടുത്തതോ സൈൻ ടിയുടെ എന്താണ്? കോസ് ടി ജെ എ പ്ലസ് ടിയുടെ എന്താണ് ഡെറിവേറ്റീവ്? 1 അല്ലേ? അപ്പൊ 1 ഇൻറ്റു കെ കെ. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനകത്തേക്ക് കൊടുക്കാം. നമ്മുടെ ഇക്വേഷൻ എന്താണ്? ടാൻജന്റ് ലൈൻ ഇക്വേഷൻ. ടാൻജന്റ് ലൈൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വെക്ടർ ആർ ഈസ് ഈക്വൽ ടു വെക്ടർ ആർ ഓഫ് ടി നോട്ട് പ്ലസ് ടി ഇൻറ്റു വെക്ടർ ആർ ഡാഷ് ഓഫ് ടി നോട്ട്. ഇവിടെ അവര് തന്നിട്ടുള്ള സ്ഥാനങ്ങൾ വെച്ചിട്ട് നമ്മൾ വെക്ടർ ആർ ഓഫ് ടി എഴുതിയിട്ടുണ്ട് ഇല്ലേ? നോക്കൂ, അപ്പൊ നമുക്ക് വേണ്ട ഇക്വേഷനകത്ത് വെക്ടർ ആർ ഓഫ് ടി നോട്ടാണ് വേണ്ടത്. അതായത് ടിയുടെ അവിടെ എല്ലാം കൊണ്ടുവന്ന് ടി നോട്ട് കൊടുക്കുന്നു. അപ്പൊ കോസ് ടി നോട്ട് ഐ എ പ്ലസ് സൈൻ ടി നോട്ട് ജെ എ പ്ലസ് ടി നോട്ട് കെ, ടി നോട്ട് കെ. ഓക്കെ, ഇനി വെക്ടർ ആർ ഡാഷ് ഓഫ് ടി നോട്ട് അപ്പൊ എന്ത് കിട്ടുന്നു? വെക്ടർ ആർ ഡാഷ് ഓഫ് ടി നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് നേരെ ടിയുടെ അവിടെ എല്ലാം ടി നോട്ട്, അപ്പൊ മൈനസ് സൈൻ ടി നോട്ട് ഐ എ പ്ലസ് കോസ് ടി നോട്ട് ജെ എ പ്ലസ് കെ എന്ന് കിട്ടും. ക്ലിയർ? ഇനി നമ്മൾ ഈ സംഭവങ്ങൾ ഇതിനകത്ത് കൊടുത്താൽ മതി. വെക്ടർ ആർ ഓഫ് ടി നോട്ടിന്റെ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? അപ്പോൾ കോസ് ടി നോട്ട് ഐ എ പ്ലസ് സൈൻ ടി നോട്ട് ജെ എ പ്ലസ് ടി നോട്ട് കെ പ്ലസ് ടി ഇൻറ്റു ആർ ഡാഷ് ഓഫ് ടി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ ടി നോട്ട് ഐ എ പ്ലസ് കോസ് ടി നോട്ട് ജെ എ പ്ലസ് വെക്ടർ കെ. നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ ഈ ബ്രാക്കറ്റ് ഏത് രണ്ടാമത്തെ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ആക്കണേ.
അപ്പൊ ആദ്യത്തെ നമ്മൾ അതേപോലെ എഴുതണേ. രണ്ടാമത്തെ ബ്രാക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ മൈനസ് സൈൻ ടി നോട്ട് ടി ഐ അല്ലെ, ഐ ആയിരുന്നു അല്ലെ, ടി ഐ എ പ്ലസ് കെ എൽ ഐ ആണ്, ഐ എ പ്ലസ് അടുത്തത് ടി കോസ് ടി നോട്ട് ജെ എ പ്ലസ് ടി കെ എന്ന് കിട്ടുന്നു. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഐയുടെ കമ്പോണന്റ് ഒന്നിച്ചിടും. ഐയുടെ കമ്പോണന്റ് എന്തൊക്കെയാണ്? കോസ് ടി നോട്ടും ഉണ്ട്, മൈനസ് സൈൻ ടി നോട്ട് ടിയും ഉണ്ട് അല്ലേ. അപ്പൊ അത് ഒന്നിച്ചെഴുതണേ. ഐ കമ്പോണന്റ് ഒന്നിച്ചെഴുതുക, ജെ കമ്പോണന്റ്. അപ്പൊ എന്ത് കിട്ടുന്നു? കോസ് ടി നോട്ട് മൈനസ് ടി സൈൻ ടി നോട്ട് ഐ കമ്പോണന്റ്. അപ്പൊ എടുത്ത് വെളിയിൽ കിട്ടും. പ്ലസ് അടുത്ത ജെയുടെ കമ്പോണന്റ് ഒന്നിച്ചെഴുതുക. ജെയുടെ കമ്പോണന്റ് ഇവിടെ നോക്കിയാൽ ജെയുടെ എന്തൊക്കെയുള്ളത്? സൈൻ ടി നോട്ട് ഉണ്ട്, ഇപ്പുറത്ത് എന്തുണ്ട്? ടി കോസ് ടി നോട്ടും ഉണ്ട്. അപ്പൊ സൈൻ ടി നോട്ട് പ്ലസ് ടി കോസ് ടി നോട്ട് എന്നല്ലേ വരുന്നത്? അപ്പൊ സൈൻ ടി നോട്ട് പ്ലസ് ടി കോസ് ടി നോട്ട് ജെ എഴുതി. പ്ലസ് അടുത്ത എന്താ വരുന്നത്? കെ കമ്പോണന്റ് നോക്കി ടി നോട്ടും ഉണ്ട്, രണ്ടാമത്തെ ഇതിനകത്തൊരു ടി ഉണ്ട്. അപ്പോൾ ടി നോട്ട് പ്ലസ് ടി കെ. ഇതാണ് നമ്മുടെ എന്താണിത്? വെക്ടർ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ലൈൻ അറ്റ് ടി ഈസ് ഈക്വൽ ടു ടി നോട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ. എന്ത് ചെയ്യേ നോക്കൂ, വെക്ടർ ഇക്വേഷൻ ഓഫ് ദ ഈ സൈഡിലായിട്ടൊന്ന് എഴുതിക്കോ. വെക്ടർ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ലൈൻ അറ്റ് ടി ഈസ് ഈക്വൽ ടു ടി നോട്ട് ഈസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ സാധനം എഴുതേണ്ടത്. ഓക്കെ, ടി നോട്ട് ഈസ് ഇത്. ഇനി നമുക്ക് എന്താ അവര് പറഞ്ഞേക്കുന്നത്? നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോ ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വെക്ടർ ആർ, അതായത് ടാൻജന്റ് ലൈൻ ഇക്വേഷൻ നമുക്ക് കിട്ടി. നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ലൈൻ. ടാൻജന്റ് ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എഴുതണമെന്ന് പറഞ്ഞത്. അപ്പൊ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി, വൈ ഈസ് ഈക്വൽ ടു വൈ ഓഫ് ടി, ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് ഓഫ് ടി. അപ്പൊ അത് എഴുതുക. ദ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദ parametric equation of the tangent line at t is equal to t naught r, x is equal to I component എഴുതുന്നു. cos t naught minus t into sin t naught, y is equal to sin t naught plus t into cos t naught, z is equal to t naught plus t. ഓക്കെ, ക്ലിയർ? ഇനി അടുത്തതോ? അടുത്ത നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ, ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഫൈൻഡ് ദ പാരാമെട്രിക് ഇക്വേഷൻ ഫോർ ദ ടാൻജന്റ് ലൈൻ അറ്റ് ദ പോയിന്റ് ടി ഈസ് ഈക്വൽ ടു പൈ. അപ്പൊ അറ്റ് ടി ഈസ് ഈക്വൽ ടു പൈയിലുള്ള പാരാമെട്രിക് ഇക്വേഷൻ എഴുതുക. ടി ഈസ് ഈക്വൽ ടു പൈ എന്നല്ലേ ക്വസ്റ്റ്യൻ. രണ്ടാമത് കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ഇവിടെ പാരാമെട്രിക് ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്, എക്സും വൈയും ഇസഡും ഒക്കെ എഴുതിയിട്ടുണ്ട് ടാൻജന്റ് ലൈനിന്റെ. അപ്പൊ അതിനകത്ത് എക്സിന്റെ അവിടെ എക്സ് ഈസ് ഈക്വൽ ടു ടിയുടെ അവിടെ കൊണ്ടുപോയി, സോറി ടി നോട്ടിന്റെ അവിടെ കൊണ്ടുപോയി പൈ കൊടുക്കണം. ഇവിടെ ടി ഈക്വൽ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ടി നോട്ടിന്റെ അവിടെ പൈ കൊടുക്കുക എന്നാണ്. അതായത് ടി ഈക്വൽ ടി നോട്ട് എന്നല്ലേ നമ്മൾ ജനറലി എഴുതുന്നത്. ക്വസ്റ്റ്യൻ അപ്പൊ ടി ഈക്വൽ പൈ എന്ന് തന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കുന്നത്, ടി ഈക്വൽ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർ ചെയ്യുന്ന ഇതുമായിട്ടാണ്. നോക്കി, ടി നോട്ട് ഈക്വൽ പൈ എന്നല്ല നമുക്ക് കിട്ടുന്നത്. അപ്പൊ ടി നോട്ടിന്റെ അവിടെ എല്ലാം കൊണ്ടുപോയി നമ്മൾ പൈ കൊടുക്കുക. അപ്പൊ കോസ് പൈ മൈനസ് ടി ഇൻറ്റു സൈൻ പൈ എന്നും y is equal to sin pi plus t into cos pi എന്നും z is equal to pi plus t എന്നും പറയുന്നു. അതായത് x is equal to cos പൈയുടെ വാല്യൂ എന്താണെന്ന് നിങ്ങൾക്കറിയാം, -1 ആണ്. sin pi 0, അപ്പൊ -1. y is equal to നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? sin pi 0 ആണ്, cos pi -1 ആണ്. അപ്പോൾ t ന്റെ -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ
മൈനസ് ടി എന്ന് കിട്ടുന്നു. ഇസഡ് ഈസ് ഈക്വൽ ടു അതേ വാല്യൂ അത് തന്നെ എഴുതുന്നു. ഇസഡ് ഈസ് ഈക്വൽ എന്താ പൈ പ്ലസ് ടി. ഇസഡ് ഈസ് ഈക്വൽ ടു പൈ പ്ലസ് ടി. ഇതാണ് ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ. ഇത് വളരെ എളുപ്പമാണ്. ഓക്കെ, ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു മോഡലുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ദ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് കർവ് വെക്ടർ r of t is equal to t square ia plus 2t cube ja plus 3tk at t is equal to 1. at t is equal to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ടി നോട്ടിന്റെ വാല്യൂ 1 എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത് 2023 2019 സ്കീമിൽ തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. സൊല്യൂഷനിലേക്ക് പോകാം. ടാൻജന്റ് കർവിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ പാരാമെട്രിക് ഇക്വേഷൻ ടാൻജന്റ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാരാമെട്രിക് ഇക്വേഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ ടാൻജന്റ് കർവിന്റെ ഇക്വേഷൻ എന്താണ്? വെക്ടർ ആർ ഈസ് ഈക്വൽ ടു വെക്ടർ ആർ ഓഫ് ടി നോട്ട് പ്ലസ് ടി ഇൻറ്റു വെക്ടർ ആർ ഡാഷ് ഓഫ് ടി നോട്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ആദ്യം വെക്ടർ ആർ ഓഫ് ടി നോട്ട് എഴുതാം. ഇവിടെ വെക്ടർ ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് വെക്ടർ ആർ ഓഫ് ടി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടി ഉള്ളിടത്തെല്ലാം ടി നോട്ട്. അപ്പൊ ടി നോട്ട് സ്ക്വയർ ഐ എ പ്ലസ് 2t നോട്ട് ക്യൂബ് ജെ എ പ്ലസ് 3t നോട്ട് കെ എന്ന് എഴുതാം. ഓക്കെ, ഈ വെക്ടർ ആർ ഡാഷ് ഓഫ് ടി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓരോ കമ്പോണന്റിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2t നോട്ട് ഐ അല്ലേ? 2t നോട്ട് ഐ. ഡെറിവേറ്റീവ് അറിയില്ല എന്താണ്? നോക്കി, ഡി ബൈ ടി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്താണ്? എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2x അല്ലേ? അതേപോലെ ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2t. ടി സ്ക്വയർ 2t ആകുമ്പോൾ ടി നോട്ട് സ്ക്വയർ എന്ത് വരുന്നു? 2t ടി നോട്ട് 2t നോട്ട്. അതാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത് എന്ത് കിട്ടുന്നു? പ്ലസ് 2 ഇൻറ്റു ടി നോട്ട് ക്യൂബ്. അപ്പൊ ടി നോട്ട് ക്യൂബിന്റെ എന്ത് വരും? ക്യൂബിൻ്റെത് 3t നോട്ട് സ്ക്വയർ. 2 ഇൻറ്റു 3t നോട്ട് സ്ക്വയർ ജെ പ്ലസ് 3 ഇൻറ്റു ടി നോട്ടിന്റെ ഡെറിവേറ്റീവ് എന്താ? 1 അല്ല, അപ്പൊ 3k. ഓക്കെ അല്ലേ? 3k. അപ്പൊ ഇത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്ത് കിട്ടുന്നു? ഇറ്റ് ഈസ് ഈക്വൽ ടു 2t നോട്ട് ഐ എ പ്ലസ് അടുത്ത എന്താ കിട്ടുന്നത്? 2 ഇൻറ്റു 3 എന്താ? 6 ടി നോട്ട് സ്ക്വയർ ജെ എ പ്ലസ് 3k എന്ന് കിട്ടുന്നു. വെക്ടർ ആർ ഡാഷ് ഓഫ് ടി നോട്ട് ആണ് കിട്ടിയത്. ഇനി നമുക്ക് എന്ത് എഴുതാം? ദ വെക്ടർ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ലൈൻ അറ്റ് ടി ഇസ് ഈക്വൽ ടു ടി നോട്ട് ഈസ്. അപ്പൊ ടി ഇസ് ഈക്വൽ ടു ടി നോട്ടിലുള്ള ടാൻജന്റ് ലൈൻ ഇക്വേഷൻ ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. എന്താ? വെക്ടർ ആർ ഈസ് ഈക്വൽ ടു വെക്ടർ ആർ ഓഫ് ടി നോട്ട് പ്ലസ് ടി ഇൻറ്റു വെക്ടർ ആർ ഡാഷ് ഓഫ് ടി നോട്ട്. മുകളിൽ നിന്ന് നോക്കി എഴുതിയാൽ മതി. വെക്ടർ ആർ ഓഫ് ടി നോട്ട് എന്താണ്? ടി നോട്ട് സ്ക്വയർ ഐ എ പ്ലസ് 2t നോട്ട് ക്യൂബ് ജെ എ പ്ലസ് 3t നോട്ട് കെ എ പ്ലസ് ടി ഇൻറ്റു ആർ ഡാഷ് ഓഫ് ടി നോട്ട് എന്താ വരുന്നത്? 2t നോട്ട് ഐ എ പ്ലസ് 6t നോട്ട് സ്ക്വയർ ജെ എ പ്ലസ് 3k. ഇനി ഐ കമ്പോണന്റുകൾ തമ്മിൽ ഒന്നിച്ച് എഴുതുക. ഐ കമ്പോണന്റ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? ഇവിടെ ഒരു ടീന് ഫസ്റ്റ് ടൈം എന്താണ്? ഫസ്റ്റ് ഐ കമ്പോണന്റ് ടി നോട്ട് സ്ക്വയർ അല്ലേ? രണ്ടാമത്തേതിനകത്ത് വരുമ്പോൾ എന്താ? വെളിയിലൊരു ടി ഉണ്ട്. ആ ടീനെയും കൂടെ അകത്തോട്ട് മൾട്ടിപ്ലൈ. അപ്പൊ എന്ത് കിട്ടുന്നു? ടി ഇൻറ്റു 2t നോട്ട്. അത് വേണം എഴുതാം. അപ്പോൾ ടി നോട്ട് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ടി നോട്ട്. ഓക്കെ, ഐ കമ്പോണന്റ് പ്ലസ് ജെ കമ്പോണന്റോ
ടു ടി നോട്ട് ക്യൂബ് പ്ലസ് ഇപ്പുറത്തെ ജെ കമ്പണം നോക്കി ഇവിടെ ടി ഇൻറ്റു 6 ടി നോട്ട് സ്ക്വയർ കൊടുക്കാം. എന്ത് കിട്ടുന്നു? ടി ഇൻറ്റു 6 ടി നോട്ട് സ്ക്വയർ ജെ പ്ലസ് അടുത്ത കെ കമ്പണൻ 3 ടി നോട്ടും 3 ടി നോട്ട് പ്ലസ് 3 ടി കെ. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ അറ്റ് ടി ഈസ് ഈക്വൽ ടു ടി നോട്ട് എന്ന് പറയുന്ന പോയിന്റിലെ ടാൻജന്റ് ലൈനിന്റെ വെക്ടർ ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന് നമ്മൾ പാരാമെട്രിക് ഇക്വേഷനിലോട്ട് എഴുതുന്നു. പാരാമെട്രിക് ഇക്വേഷൻ ഇപ്പൊ എന്താ വരുന്നത്? Parametric equation of the tangent line at t is equal to t naught t is നോക്കി എഴുതിയാൽ മതിയല്ലോ. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി, അതായത് ഐയുടെ കൂടെയുള്ള ടൈം. എക്സ് ഇസ് ഈക്വൽ ടു അപ്പം എന്ത് കിട്ടും? ടി നോട്ട് സ്ക്വയർ പ്ലസ് 2t ഇൻറ്റു ടി നോട്ട് എന്ന് കിട്ടും. വൈ ഇസ് ഈക്വൽ ടു 2t നോട്ട് ക്യൂബ് പ്ലസ് ടി ഇൻറ്റു 6 ടി നോട്ട് സ്ക്വയർ എന്ന് കിട്ടുന്നു. ഇസഡ് ഇസ് ഈക്വൽ എന്ത് കിട്ടുന്നു? 3t നോട്ട് പ്ലസ് 3t എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് അറ്റ് ടി ഈസ് ഈക്വൽ ടു 1 എന്നല്ലേ തന്നേക്കുന്നത്. അറ്റ് ടി ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടി നോട്ടിന്റെ അവിടെ എല്ലാം 1 കൊടുക്കാന്നല്ലേ നമ്മൾ പഠിച്ചേക്കുന്നത് അല്ലേ? ടി നോട്ടിന്റെ അവിടെ 1 കൊടുക്കുന്നു. ഓക്കെ, ടി ഈസ് ഈക്വൽ ടു ടി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടി നോട്ടിന്റെ സ്ഥാനത്ത് 1 കൊടുക്കും. അപ്പൊ മുകളിൽ ഞാൻ എഴുതിയേക്കുന്ന ഇക്വേഷനിൽ എക്സ് ഈസ് ഈക്വൽ ടു ടി നോട്ട് സ്ക്വയർ പ്ലസ് 2t ഇൻറ്റു ടി നോട്ട് എന്നല്ലേ? അതിൽ ടി നോട്ടിന്റെ അവിടെ 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? 1 സ്ക്വയർ 1 പ്ലസ് 2t. ഓക്കെ, y ഈസ് ഈക്വൽ ടു അപ്പൊ എന്ത് കിട്ടുന്നു? 2 പ്ലസ് 6t. z ഈസ് ഈക്വൽ എന്ത് കിട്ടുന്നു? 3 പ്ലസ് 3t. ഇതാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ടാൻജന്റ് ടു ദ ഗ്രാഫ് ഓഫ് വെക്ടർ ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു 2 cos pi t i a പ്ലസ് 2 sin pi t j a പ്ലസ് 60k അറ്റ് ദ പോയിന്റ് t ഈസ് ഈക്വൽ ടു 1/3. ജൂൺ 2022 2019 സ്കീമിൽ തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അറ്റ് ടി ഈസ് ഈക്വൽ ടു 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ ഈ പാരാമെട്രിക് ഇക്വേഷൻ എല്ലാം എഴുതി കഴിഞ്ഞാൽ ടി നോട്ടിന്റെ അവിടെ 1/3 കൊടുക്കണം. അങ്ങനെയാണ് മീനിങ് വരുന്നത്. ടി നോട്ടിന്റെ അവിടെ 1/3 കൊടുക്കണം. ക്ലിയർ? ടി നോട്ട് എവിടെ കണ്ടോ അവിടെ എല്ലാം 1/3 കൊടുക്കണം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് വെക്ടർ ഇക്വേഷൻ ഒന്ന് എഴുതാം. വെക്ടർ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ലൈൻ, വെക്ടർ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ലൈൻ അറ്റ് t is equal to t naught is vector r is equal to vector r of t naught plus t into vector r dash of t naught. ഇനി നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കണം അല്ലേ? ഇവിടെ വെക്ടർ ആർ ഓഫ് ടി അവർ തന്നിട്ടുണ്ട്, ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് വെക്ടർ ആർ ഓഫ് ടി നോട്ട് എഴുതി നോക്കി. ടി ഉള്ളിടത്തെല്ലാം ടി നോട്ട് കൊടുക്കുന്നു. അപ്പൊ എന്ത് കിട്ടുന്നു? 2 cos pi t നോട്ട് ഐ എ പ്ലസ് 2 sin pi t നോട്ട് ജെ എ പ്ലസ് 6 t നോട്ട് കെ എന്ന് കിട്ടുന്നു. ഈ വെക്ടർ ആർ ഡാഷ് ഓഫ് ടി നോട്ട് വേണമല്ലോ. ആർ ഡാഷ് ഓഫ് ടി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡെറിവേറ്റീവ് ഇപ്പൊ എഴുതി വെച്ചേക്കുന്ന വെക്ടർ ആർ ഓഫ് ടി നോട്ടിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ 2 ഇൻറ്റു കോസ് പൈ ടി നോട്ടിന്റെ ഡെറിവേറ്റീവ് എന്താ? കോസിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ അല്ലേ? അപ്പൊ മൈനസ് സൈൻ പൈ ടി നോട്ട് കഴിഞ്ഞോ? ഇല്ല. ഇൻറ്റു ഈ പൈ ടി നോട്ടിന് ഡെറിവേറ്റീവ് വേണ്ടേ? അതായത് ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അതായത് ഇപ്പൊ നിങ്ങൾ എടുത്ത് കോസ് 2tയുടെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ കാണേണ്ടത്? ഡി ബൈ ഡി ടി ഓഫ് കോസ് 2t. ആദ്യം നിങ്ങൾ കോസ് 2tയുടെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പൊ എന്ത് കിട്ടുന്നു? മൈനസ് സൈൻ 2 കിട്ടുന്നു. ഇൻറ്റു പിന്നെ 2tയുടെ ഡെറിവേറ്റീവ് എടുക്കണ്ടേ? 2tയുടെ ഡെറിവേറ്റീവ് എന്താ? 2.
അതേപോലെ തന്നെയാണ് നമ്മളിവിടെ കോസ് പൈ ടി നോട്ട് ആണ് നമ്മുടെ ടേം. അപ്പൊ കോസ് പൈ ടി നോട്ടിന് ഡെറിവേറ്റീവ് എന്താ? സൈൻ പൈ ടി നോട്ട്. പിന്നെ എന്തുണ്ട്? പൈ ടി നോട്ട് ഇല്ല. അപ്പൊ പൈ ടി നോട്ടിന് ഡെറിവേറ്റീവ് എന്താ? വിത്ത് റെസ്പെക്ട് ടി നോട്ടില് എന്ത് വരും? ഇൻറ്റു ഒരു കോൺസ്റ്റന്റ് പൈ. ടി നോട്ടിന് ഡെറിവേറ്റീവ് 1 ആയി മാറും. ഓക്കെ അല്ലേ? ഇൻറ്റു ഐ പ്ലസ് അടുത്തത് അപ്പൊ എന്ത് കിട്ടുന്നു? 2 കോസ് പൈ ടി നോട്ട് ഇൻറ്റു പൈ ജെ എ പ്ലസ് അടുത്ത എന്ത് കിട്ടുന്നു? 6k എന്ന് കിട്ടുന്നു. ടി നോട്ടിന് ഡെറിവേറ്റീവ് എന്താ? 1 ആയി മാറി. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് നമുക്കൊന്ന് ശരിക്കൊന്ന് എഴുതാം. അതായത് -2 പൈ സൈൻ പൈ ടി നോട്ട് ഐ എ പ്ലസ് അടുത്തതോ 2 പൈ കോസ് പൈ ടി നോട്ട് ജെ എ പ്ലസ് 6k എന്ന് കിട്ടുന്നു. വെക്ടർ ആർ ഡാഷ് ഓഫ് ടി നോട്ട് ആണ് എഴുതിയേക്കുന്നത്. ഇനി നിങ്ങൾക്കറിയാം വെക്ടർ ആർ ഈസ് ഈക്വൽ ടു നിങ്ങൾ എന്ത് എഴുതാം? വെക്ടർ ആർ ഓഫ് ടി നോട്ട് പ്ലസ് ടി ഇൻറ്റു വെക്ടർ ആർ ഡാഷ് ഓഫ് ടി നോട്ട്. ഇതിനകത്തോട്ട് കൊടുത്തേ അപ്പൊ എന്ത് കിട്ടുന്നു? വെക്ടർ ആർ ഓഫ് ടി നോട്ട് എന്താ? 2 കോസ് പൈ ടി നോട്ട് ഐ എ പ്ലസ് 2 സൈൻ പൈ ടി നോട്ട് ജെ എ പ്ലസ് 6 ടി നോട്ട് കെ എ പ്ലസ് ടി ഇൻറ്റു ആർ ഡാഷ് ഓഫ് ടി നോട്ട് എന്നല്ലേ? അപ്പൊ ടി ഇൻറ്റു ആർ ഡാഷ് ഓഫ് ടി നോട്ട് എന്താ വരുന്നത്? -2 പൈ സൈൻ പൈ ടി നോട്ട് ഐ എ പ്ലസ് 2 പൈ കോസ് പൈ ടി നോട്ട് ജെ എ കോസ് പൈ ടി നോട്ട് ജെ എ പ്ലസ് 6k പ്ലസ് 6k. ഓക്കെ, ഇനി നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? ഐ കമ്പണന്റ് എല്ലാം ഒന്ന് ചേരുന്നു, ജെ കമ്പണന്റ് എല്ലാം ഒന്ന് ചേരുന്നു, കെ കമ്പണന്റ് എല്ലാം ഒന്ന് ചേരുന്നു. ഇവിടുത്തെ ഐ കമ്പണന്റ് നോക്കുക, നോക്കിയിട്ട് വേണം എഴുതാൻ. ഫസ്റ്റിൽ കിടക്കുന്നത് എന്താണ്? ഐ കമ്പണന്റ് 2 കോസ് പൈ ടി നോട്ട് ആണ്. രണ്ടാമത്തേതിനകത്ത് ഈ ടീനെയും കൂടെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള വേണേ കമ്പണന്റ് എഴുതാൻ. അപ്പൊ ടി ഇൻറ്റു മൈനസ്, അതായത് -t 2 പൈ സൈൻ പൈ ടി നോട്ട് എന്നാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 2 കോസ് പൈ ടി നോട്ട് മൈനസ് ടി 2 പൈ സൈൻ പൈ ടി നോട്ട് ടു ഐ എന്ന് വന്നു. ഓക്കെ അല്ലേ? ടു കോസ് പൈ ടി നോട്ട് മൈനസ് സൈൻ പൈ ടി നോട്ട് ടി ഇൻറ്റു 2 പൈ. പ്ലസ് അടുത്ത ജെ കമ്പണന്റ് നോക്കുമ്പോൾ 2 സൈൻ പൈ ടി നോട്ട് പ്ലസ് ടി ഇൻറ്റു 2 പൈ കോസ് പൈ ടി നോട്ട്. ടി ഇൻറ്റു 2 പൈ കോസ് പൈ ടി നോട്ട്. ഇത് ജെ പ്ലസ് കെ കമ്പണന്റ്. കെ കമ്പണന്റ് എന്താ വരുന്നത്? ഒരു 60 നോട്ടും ഉണ്ട്, ഒരു 6ഉം ഉണ്ട് അല്ലേ? 60 നോട്ട് പ്ലസ് 6 കെ കമ്പണന്റ് വന്നു. ഇനി നോക്കുക, ഇതിനകത്ത് ഈ ഫസ്റ്റ് വേണ്ടേ ഐ കമ്പണന്റിനകത്ത് നമുക്കൊരു 2-നെ എടുത്ത് വെളിയിലിടാൻ പറ്റില്ലേ? ജെ കമ്പണന്റിനകത്ത് ഒരു 2-നെ എടുത്ത് വെളിയിടാൻ പറ്റുന്നല്ലേ? അപ്പൊ അതൊന്ന് ഷോർട്ട് ആക്കിയിട്ട് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ആ 2 എടുത്ത് വെളിയിട്ടു
2 into cos pi t naught minus t into pi sin pi t naught IA plus അടുത്ത ടൈമിൽ ആ 2 എടുത്ത് വിട്ടു 2 into sin pi t naught plus pi t cos pi t naught j plus 60 naught plus 6 k എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ലൈൻ എഴുതാം. പാരാമെട്രിക് ഇപ്പൊ വെക്ടർ ആറാ നമുക്ക് കിട്ടിയിരിക്കുന്നത്, ടാൻജന്റ് ലൈനിന്റെ വെക്ടർ ഇക്വേഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി പാരാമെട്രിക് ഇക്വേഷൻ എഴുതാം. ഇതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്താ വരുന്നത്? ഇതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വെക്ടർ ആർ ഇസ് ഈക്വൽ ടു പാരാമെട്രിക് ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു അല്ല, എക്സ് ഇസ് ഈക്വൽ ടു, അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി, അതായത് ഈ കമ്പോണന്റ്. അപ്പോൾ എഴുതാം എക്സ് ഇസ് ഈക്വൽ ടു 2 ഉണ്ട്, 2 cos pi t naught minus t pi sin pi t naught. Y is equal to 2 into sin pi t naught plus pi t cos pi t naught instead of 60 naught plus 6. ഇനി നമ്മൾ അറ്റ് ടി ഇസ് ഈക്വൽ ടു 1/3 എന്നല്ലേ പറഞ്ഞത്? ടി ഇസ് ഈക്വൽ 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? മുകളിൽ എഴുതിയേക്കുന്ന ഈ പാരാമെട്രിക് ഇക്വേഷനകത്ത് ടി നോട്ടിന്റെ അവിടെ എല്ലാം 1/3 കൊടുക്കണം. അപ്പൊ എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു 2 into cos pi by 3 അല്ലേ? cos pi by 3 minus t into t pi into sin pi by 3. Y is equal to എന്ത് കിട്ടുന്നു? 2 sin pi by 3 plus pi t cos pi by 3. Z is equal to 6/3. 6/3 plus 6. ഇത് സോൾവ് ചെയ്തില്ല. എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു കോസ് പൈ ബൈ 3യുടെ വാല്യൂ എന്താണെന്ന് അറിയാമോ? 1/2 ആണ്. 1/2 മൈനസ് പൈ ടി ഇൻറ്റു സൈൻ പൈ ബൈ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3/2 ആണ്. √3/2 വിച്ച് ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ ഈ 2വിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 1 മൈനസ് ഈ 2ഉം 2ഉം പോയിട്ട് √3πt എന്ന് കിട്ടും. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് ഏതാണ് ആൻസർ കിട്ടുന്നത്? 1 മൈനസ് √3πt. y ഇസ് ഈക്വൽ ടു അപ്പോൾ എന്ത് കിട്ടുന്നു? 2 ഇൻറ്റു സൈൻ പൈ ബൈ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ 60 √3/2 പ്ലസ് പൈ ടി ഇൻറ്റു കോസ് 60 എന്താ? 1/2. ആ 2വിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y ഇസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? 2വിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു പൈ √3/2 എന്നല്ലേ? അപ്പോൾ 2 കട്ടായി പോയിട്ട് √3 വരും. √3 പ്ലസ് അടുത്ത ടൈമിലും 2 കട്ടായി പോയിട്ട് പൈ ടി എന്നായി. ഇസഡ് എന്താ വരുന്നത്? ഇസഡ് ഇസ് ഈക്വൽ ടു 6/3 2 അല്ലേ? അപ്പോൾ 2 പ്ലസ് ഇവിടെ ഒരു സെക്കൻഡ് 6, ഇവിടെ ഒരു 60 ഉണ്ടായിരുന്നു, എഴുതാൻ വിട്ടുപോയതാണ്, സോറി. മൾട്ടിപ്ലൈ ചെയ്തപ്പോഴേ ടീന് നമ്മൾ ഇവിടെ എഴുതാൻ വിട്ടുപോയി. ഒന്ന് എഴുതിയേക്കെ. ടി 60 നോട്ട് പ്ലസ് 60 എന്നാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഒരു ടി എഴുതാൻ വിട്ടുപോയതാണ്, ഇവിടെ ടി എഴുതിയേക്കാം. അപ്പോ 3 പ്ലസ് 3 അല്ലല്ലോ, 2 പ്ലസ് 60. ഓക്കെ, ഇതാണ് നമ്മുടെ ഇസഡിന്റെ ഉത്തരം.
ഓക്കെ അല്ലേ? ഓക്കെ. നമുക്കിനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഈ ക്വസ്റ്റ്യൻ ഇതുവരെയും KTയിൽ ചോദിച്ചിട്ടില്ല. ഇനി ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. 2015 സ്കീമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Find the parametric equation of the line tangent to the graph vector r of t is equal to t square ia plus 2 minus log tj at t naught is equal to e. Solution. വെക്ടർ ആർ ഓഫ് ടി ആയിരുന്നേക്കുന്നത്. അപ്പൊ വെക്ടർ ആർ ഓഫ് ടി നോട്ട് എന്ത് കിട്ടുന്നു? ടി നോട്ട് സ്ക്വയർ ഐ എ പ്ലസ് 2 മൈനസ് ലോഗ് ടി നോട്ട് ജെ എന്ന് കിട്ടും. വെക്ടർ ആർ ഡാഷ് ഓഫ് ടി നോട്ട് എന്ത് കിട്ടുന്നു? ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ പോരെ. അപ്പൊ 2 ടി നോട്ട് ഐ എ പ്ലസ് 2 മൈനസ് ലോഗ് ടി നോട്ടിന് ഡെറിവേറ്റീവ് എന്താണ്? ലോഗ് ടി നോട്ട് 1/t നോട്ട് ആണ്. സോറി, ഡെറിവേറ്റീവ് അല്ലേ. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇവിടെ 2ന്റെ ഡെറിവേറ്റീവ് 0 ആകത്തില്ലേ? 0 മൈനസ് 1/t നോട്ട് ജെ എന്ന് കിട്ടുന്നു. ഓക്കെ, ക്ലിയർ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് ആക്കി ഇത് എഴുതാം. ഷോർട്ട് ആക്കി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഞാൻ ഇത് ഇപ്പോൾ ഇത്രയും പ്രോബ്ലം ആയില്ല, ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. വെക്ടർ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വെക്ടർ ആർ ഓഫ് ടി നോട്ട് പ്ലസ് ടി ഇൻറ്റു വെക്ടർ ആർ ഡാഷ് ഓഫ് ടി നോട്ട് എന്നല്ലേ നമ്മൾ പഠിച്ചിരുന്നത്. ഇവിടെ ടി നോട്ടിന്റെ വാല്യൂ എന്താ? ഇ അല്ലേ. അപ്പൊ വെക്ടർ ആർ ഈസ് ഈക്വൽ ടു വെക്ടർ ആർ ഓഫ് ഇ എ പ്ലസ് ടി ഇൻറ്റു വെക്ടർ ആർ ഡാഷ് ഓഫ് ഇ എന്നാണ് നമ്മൾ വേണ്ടത്. ഇവിടെ ഞാൻ ഈ വെക്ടർ ആർ ഓഫ് ടി നോട്ട് കണ്ടുപിടിച്ചു. അപ്പൊ വെക്ടർ ആർ ഓഫ് ഇ എന്തായി മാറും? ഇവിടെ ഇ എന്തായി മാറും? ഇ സ്ക്വയർ ഐ എ പ്ലസ് 2 മൈനസ് ലോഗ് ഇ ജെ എന്നായി മാറിയില്ലേ? ഇതേപോലെ വെക്ടർ ആർ ഡാഷ് ഓഫ് ഇ ഒന്ന് കണ്ടുപിടിച്ചേ. ഇവിടെ നോക്കാം. അപ്പൊ 2 ഇ നോട്ട്, സോറി 2 ഇ നോട്ട് അല്ല, 2 ഇ ടി നോട്ട് എന്ന് പറഞ്ഞാൽ ഇ ആണ്. അപ്പൊ 2 ഇ ഐ മൈനസ് 1/e j എന്ന് എഴുതാം. സംഭവങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു ഫോർമുലക്കകത്തോട്ട് ഇത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഒന്നിച്ചെഴുതുക. ഐ കമ്പണന്റ് ഒന്നിച്ചെഴുതാം, ജെ കമ്പണന്റ് ഒന്നിച്ച് കെ കമ്പണന്റ്. വെക്ടർ ആർ ഈസ് ഈക്വൽ, ഞാൻ കൊടുക്കുവാണേ. വെക്ടർ ആർ ഓഫ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇ സ്ക്വയർ ഐ എ പ്ലസ് 2 മൈനസ് ലോഗ് ഇ എ ജെ എ പ്ലസ് ടി ഇൻറ്റു അല്ലേ, ടി ഇൻറ്റു വെക്ടർ ആർ ഡാഷ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇ ഐ എ മൈനസ് 1/e j ആണ്. ഇനി ഐ കമ്പണന്റ് എല്ലാം ഒന്ന് ചെയ്ത്, അപ്പൊ ഇ സ്ക്വയർ പ്ലസ് 2t ഇ സ്ക്വയർ പ്ലസ് 2te ഇതാണ് ഐ കമ്പണന്റ്. ജെ കമ്പണന്റ് ഒന്ന് ചെയ്ത് 2 ലോഗ് ഇ എ 2 ലോഗ് ഇ അല്ലേ? അപ്പൊ എന്ത് കിട്ടുന്നു നോക്കുക. ലോഗി, ഈ ലോഗിയുടെ വാല്യൂ നമുക്ക് വേണം കൊടുക്കാം. ഈ ലോഗിയുടെ വാല്യൂ, ലോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും നോക്കൂ, ഞാനത് കൊടുത്തിട്ട് ഞാൻ പറയാം. 2 മൈനസ് ലോഗി എ മൈനസ് ടി ബൈ ഇ എന്നാണ് വരുന്നത് അല്ലെ, ജെ കമ്പണന്റ്. ഓക്കെ ആണോ? 2 മൈനസ് ലോഗി ഫസ്റ്റിലെ ജെ കമ്പണന്റ്, സെക്കൻഡ് ടൈമിന്റെ ജെ കമ്പണന്റ് എന്താ? ടീനകത്തേക്ക് എഴുതുമ്പോൾ ടി ബൈ ഇ എന്ന് കിട്ടുന്നു. ഓക്കെ,
ഇനി നമുക്ക് അടുത്ത ഇതില് ലോഗിന്റെ വാല്യൂ കൊടുത്തിട്ട് ലോഗിയുടെ വാല്യൂ കൊടുത്ത് എഴുതാം. വെക്ടർ ആർ എന്ന് പറയുന്നത് എന്തായി മാറി? ഇ സ്ക്വയർ പ്ലസ് 2t ഇ ഐ എ പ്ലസ് ലോഗിയുടെ വാല്യൂ 1 അല്ലേ, അപ്പൊ 2 മൈനസ് 1 എന്തായി മാറും? 1 ആയി മാറും. അപ്പൊ 1 മൈനസ് ടി ബൈ ഇ ജെ എന്നായി മാറും. ഓക്കെ. ഇനിയിപ്പോ നമുക്ക് പാരാമെട്രിക് ഇക്വേഷൻ എഴുതാമല്ലോ. പാരാമെട്രിക് ഇക്വേഷൻ എന്താ? പാരാമെട്രിക് ഇക്വേഷൻ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി എന്നല്ലേ? എക്സ് ഈസ് ഈക്വൽ അപ്പൊ ഇ സ്ക്വയർ പ്ലസ് 2t ഇ എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ. y ഈസ് ഈക്വൽ ടു അപ്പൊ എന്ത് കിട്ടുന്നു? 1 മൈനസ് ടി ബൈ ഇ എന്ന് കിട്ടും. ഇതാണ് ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കിയോണേ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നേടി ഇതാണ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഫുള്ളായിട്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല. ഞാൻ ഇതിനകത്തുള്ള ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഫൈൻഡ് ദ വെക്ടർ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ടാൻജന്റ് ടു ദ ഗ്രാഫ് വെക്ടർ ആർ ഓഫ് ടി നോട്ട് ഈസ് ഈക്വൽ ടു 2t മൈനസ് 1 ഐ എ പ്ലസ് റൂട്ട് 3t പ്ലസ് 4 ആണ്. 3t പ്ലസ് 4 ജെ അറ്റ് ദ പോയിന്റ് -1 2 എന്നാണ്. അപ്പൊ നേരത്തെയുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് ടി നോട്ടിന്റെ വാല്യൂ 1 എന്നോ അല്ലെ 1/3 എന്നോ അല്ലെ 2 എന്നോ അല്ലെ ഇ എന്നോ ഒക്കെ തരുമായിരുന്നു. ഇവിടെ ഒരു കോർഡിനേറ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താ, കോർഡിനേറ്റ് ആയിട്ട് തരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് നമ്മൾ ടി നോട്ടിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ക്ലിയർ ആണല്ലോ? നമ്മൾ ടി നോട്ടിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. ഓക്കെ. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കുന്നു ഞാനൊന്ന് പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ ടാൻജന്റ് ലൈൻ ഇക്വേഷൻ ഒക്കെ എഴുതാം. ഇവിടെ വെക്ടർ ആർ ഓഫ് ടി അവർ തന്നേക്കുന്ന ഞാൻ ഒന്ന് എടുത്ത് എഴുതുവാണ്. വെക്ടർ ആർ ഓഫ് ടി എന്ന് പറയുന്നത് എന്താ? 2t മൈനസ് 1 ഐ പ്ലസ് റൂട്ട് 3t പ്ലസ് 4 ജെ എന്നാണ് തന്നേക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എക്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എക്സ് ഈസിക്കൽ എക്സ് ഓഫ് ടി എന്നല്ലേ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എക്സ് എന്താണ്? 2t മൈനസ് 1 അല്ലേ, അതായത് ഐ കമ്പോണന്റ്. y എന്താണ്? y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് 3t പ്ലസ് 4. അപ്പൊ എക്സും വൈയും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു. അതെങ്ങനെ? എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ കമ്പോണന്റ്, എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി, വൈ ഈസ് ഈക്വൽ ടു വൈ ഓഫ് ടി, ജെ കമ്പോണന്റ്. ഇനി നമുക്ക് ഇവിടെ തന്നേക്കുന്നത് ഇവിടെ -1 2 എന്നാണ് തന്നേക്കുന്നത്. -1 2. ഈ -1 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഇതെന്താ? ഇത് എക്സ് കമ്പോണന്റ് ആണ്, ഇത് വൈ കമ്പോണന്റ് ആണ്. ക്ലിയർ? എക്സ് ഈസ് ഈക്വൽ ടു -1 എന്നും വൈ ഈസ് ഈക്വൽ ടു 2 എന്നുമാണ് മനസ്സിലാക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ എന്താ ചെയ്യുന്നത് അറിയാം. ഇപ്പൊ നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു 2t മൈനസ് 1 എന്നും വൈ ഈസ് ഈക്വൽ ടു റൂട്ട് 3t പ്ലസ് 4 എന്നും കിട്ടും. ഇതിനകത്ത് എക്സിന്റെ സ്ഥാനത്ത് ഞാൻ നമ്മുടെ ഈ കോർഡിനേറ്റിനകത്തുള്ള എക്സിന്റെ വാല്യൂ ഇടും. അപ്പൊ -1 ഈസ് ഈക്വൽ ടു 2t മൈനസ് 1. ഇതിൽ നിന്ന് നിങ്ങൾ ടിയുടെ വാല്യൂ കണ്ടുപിടിക്കും. ഇത് സോൾവ് ചെയ്ത് ടിയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ റൈറ്റ് സൈഡിലുള്ള -1 നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ -1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2t എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? 2t ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. വിച്ച് ഇംപ്ലൈസ് t ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി അല്ലേ? ഇനി ഇവിടെ അതേപോലെ തന്നെ വൈയുടെ വാല്യൂ എന്താണ്? ഇവിടെ 2 അല്ലേ? 2 ഈസ് ഈക്വൽ ടു റൂട്ട് 3t പ്ലസ് 4 ആണ്. റൂട്ട് കളയാനായിട്ട് നമ്മൾ രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്യണം. 4 ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് അപ്പം എന്ത് കിട്ടുന്നു? 4 ഈസ് ഈക്വൽ ടു 3t പ്ലസ് 4 എന്ന് കിട്ടി. ക്ലിയർ? വിച്ച് ഇംപ്ലൈസ് നിങ്ങൾക്ക് എന്ത് എഴുതാം? നമ്മൾ ഇവിടെയും ടിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ ഈ 4നെ നമ്മൾ അപ്പുറത്തോട്ട് 4 മൈനസ് 4 0 ആണ്. അപ്പൊ 3t ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് എഴുതാം? t ഈസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടുന്നത് അല്ലേ? t ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ഏതാ? ഇവിടെ ആകെപ്പാടെ ടിക്ക് നമുക്ക് രണ്ട് വാല്യൂവേ ഉള്ളൂ, ഓരോ വാല്യൂവേ ഉള്ളൂ ഓരോ ടീമിലും. അപ്പൊ t ഈസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടിയത്. അപ്പൊ t ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ ഇവിടുത്തെ ടി നോട്ടിന്റെ വാല്യൂ എന്താണ്? 0 ആണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ക്ലിയർ? അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും സംശയങ്ങളാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ. ഒരു എന്താണ് പ്രോബ്ലം ചെയ്യാനായിട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/2 റൂട്ട് എക്സ് ആണ്. ഇവിടെ ഒരു റൂട്ട് കിടക്കുന്നുണ്ടല്ലോ, റൂട്ട് 3
t+4. അപ്പൊ എന്ത് കിട്ടുന്നു? അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക എന്ന് പറയുമ്പോൾ എന്താ? d/dt അല്ലേ വരുന്നത് നമ്മൾക്ക്. √3t+4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? 1/2√3t+4 എന്നാണ്. അത് നിങ്ങൾ ഡെറിവേറ്റീവ് r' എടുക്കുമ്പോൾ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മറ്റേക്ക് അറിയാമല്ലോ 2t-1 ഡെറിവേറ്റീവ് എന്താ? 2 ആണ് വരുന്നത്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.